ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണൻ വന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാഹതു. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം നിന്നെടുക്കുന്നു. മൈത്രേയ ഉവാചാം മാതു പപത്ന്യാ വാഗ്ബാണേ ഹൃദി വിദ്ധസ്തു താൻ സ്മരൻ നൈച്ഛൻ മുക്തിപതേർമുക്തിം തസ്മാൻ താപമുപേയിവാൻ. ധ്രുവനെ സന്തോഷമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ വിതുരർ കയറി ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം? അത്രയൊക്കെ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? അസന്തുഷ്ടനാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അതിന്റെ മറുപടി മൈത്രേയൻ പറയുകയാണ്, മാതു സ്വപത്ന്യാം, സ്വപത്നിയായ അമ്മയുടെ, അതായത് സുരുചിയുടെ, വാക്ബാണൈഹി, വാക്കാകുന്ന ബാണങ്ങളാൽ, ഹൃദയത്തിൽ വിദ്ധ, മുറിവുണ്ടാക്കപ്പെട്ടു, താൻ സ്മരൻ, അത് ഓർക്കുന്നവനായിട്ട് ആണ് തപസ്സിന് പോകുന്നത്. തപസ്സിന് പോകുമ്പോഴൊക്കെയും ധ്രുവന്റെ ഉള്ളിൽ അലവിലിയിട്ടുകൊണ്ടിരിക്കുന്നത് സുരുചിയുടെ ബാണം പോലെ തറച്ചു കയറിയ വാക്കുകളാണ്. അതിൽ നിന്ന് മാറാൻ ആ കുഞ്ഞു മനസ്സിന് പറ്റിയില്ല. ആ മനസ്സോടെയാണ് തപസ് ചെയ്തത്. അതുകൊണ്ട് ന ഇച്ഛത് മുക്തിപതേഹി മുക്തി, നൈച്ഛൻ മുക്തിപതേ മുക്തി, മുക്തിപതിയായ ഭഗവാനിൽ നിന്നും മുക്തി ആഗ്രഹിച്ചില്ല. മനസ്സിൽ മുക്തിയെക്കുറിച്ചുള്ള വിചാരം പോലുമില്ല. തപസ്സിന് പോകുമ്പോൾ ഈ അമ്മയുടെ വാക്കാണ് ഉള്ളിൽ ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തസ്മാ താപമുപയുവാൻ, അതുകൊണ്ട് ഒരു സന്താപത്തെ പ്രാപിച്ചിട്ടാണ് തപസ്സിന് പോയത്. അതിൻ്റെ ഫലവും സന്താപം തന്നെ. ഏത് മനോഭാവത്തോടെയാണോ തപസ്സനുഷ്ഠിക്കുന്നത്, തപസ്സിൻ്റെ ഫലവും അതിനനുസരിച്ച് തന്നെ ഇരിക്കും. നമ്മൾ ഏത് കർമ്മവും അങ്ങനെയാണ്. ഏത് മനോഭാവത്തോടെയാണോ കർമ്മം ചെയ്യുന്നത്, അതിൻ്റെ ഫലം അതുപോലെ അനുഭവം. ദുഃഖാകുലനായി വിഷമിച്ച് ഏത് നല്ല കർമ്മം ചെയ്താലും ഫലം ദുഃഖമായിരിക്കും. അല്ല, സുഖമായി അനുഭവിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ഏതും ചെയ്യുന്നതെങ്കിൽ സുഖം തന്നെ കിട്ടും. അത് കർമ്മത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഭഗവാനോട് കൈവല്യത്തെ അല്ല യാചിച്ചത്. ഈ വിചാരം ഭഗവാൻ പറഞ്ഞപ്പോൾ ധ്രുവനുണ്ടായി, കഷ്ടമായിപ്പോയി എന്നൊരു സന്താപം. ഇതാണ് ദുഃഖത്തിന് കാരണം. മാതുസ്വപത്ന്യാ വാഗ്ബാണേർ ഹൃദി വിദ്ധസ്തു താൻ സ്മരൻ നൈച്ഛൻ മുക്തിപതേർമുക്തിം തസ്മാത് താപമുപേയിവാൻ. മാതുസ്വപത്ന്യാ വാഗ്ബാണേർ ഹൃദി വിദ്ധസ്തു താൻ സ്മരൻ നൈച്ഛൻ മുക്തിപതേർമുക്തിം തസ്മാത് താപമുപേയിവാൻ. ധ്രുവ ഉവാച. ധ്രുവന്റെ വാക്കുകളാണ്. സമാധിനാ നൈക ഭവേന യത്പദം വിദുഫനന്ദായ ഊർധരേതഭ മാഫൈരഹം ഷഡ്ഭിരമുഷ്യപാദയോ ഛായാമുപേത്യാപഗത പ്രഥന്മതീൻ. സമാധിന, സമാധി കൊട്ട്,
നൈകഭവേന സമാധിന. ഏകഭവം, ഒരിക്കൽ ഉണ്ടായത്, ഒരു ജന്മത്തിൽ ഉണ്ടായത്. നൈകഭവം, ഒരു ജന്മത്തിൽ മാത്രമായി ഉണ്ടാകാത്തത്, അനേക ജന്മങ്ങളിൽ ഉണ്ടായത്. നൈകഭവേന ന ഏകഭവേന. അനേക ജന്മങ്ങളിൽ അഭ്യസിച്ചു വെച്ച സമാധി കൊണ്ട് യത് പദം, യാതൊരു പദത്തെയാണോ വിദുഹു അറിഞ്ഞത്, പനന്താദേഹ ഊർധ്വരേതസ, പനന്താദികളായ ഊർധ്വരേതസ്സുകൾ, ഇന്ദ്രിയങ്ങളെ മുകളിലേക്ക് നിയന്ത്രിച്ച് വശപ്പെടുത്തുന്ന ആൾക്കാരെയാണ് ഊർധ്വരേതസ്സുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള സനകാദികളായ സനകൻ, സനന്ദൻ, സനാതൻ, സനൽകുമാർ, ഈ 4 പേരും അവരെ യത് പദം വിദു, ഏതൊരു പദത്തെയാണോ അറിഞ്ഞത്, മാഫൈരഹം ഷഡ്ഭിരമുഷ്യപാദയോ, മാഫൈ, വെറും 5-6 മാസം കൊണ്ട്, അമുഷ്യ പാദയോ, ഭഗവാന്റെ പാദങ്ങളിൽ, മാഫൈരഹം ഷഡ്ഭി, 6 മാസം കൊണ്ട്, അമുഷ്യ പാദയോ, ഭഗവാന്റെ പാദങ്ങളിൽ, ഛായാമുപേത്യാപഗത, ഛായാമുപേത്യ, നിഴലിനെ ആശ്രയിച്ചിട്ട്, അപഗത പൃഥങ്മതി, ഭേദബുദ്ധിയുള്ളവരായിട്ട് അതിൽ നിന്ന് മടങ്ങിപ്പോന്നു താൻ. സനകാദികളായ ഋഷിമാർ, ഊർധ്വരേതസ്സുകളായ അവര് അനേക ജന്മം കൊണ്ട് തപസ് ചെയ്താണ് ഭഗവത് പദത്തിലേക്ക് എത്തിയത്. ഭഗവാനെ ഒന്ന് കാണാൻ പോലും പറ്റിയത്. ഞാൻ 6 മാസം കൊണ്ട് നേടിയില്ലേ, ഭഗവാനെ കാണാൻ പറ്റിയില്ലേ. ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി വിഷയങ്ങൾ പ്രവേശിപ്പിക്കാതെയാണ് ഭഗവാന്റെ പാദപത്മങ്ങളെ സനകാദികൾ അറിഞ്ഞത്. അവർക്കറിയാൻ മാത്രമേ സാധിച്ചുള്ളൂ, പക്ഷേ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. ഭഗവാന്റെ പാദഛായ 6 മാസം കൊണ്ട് ഞാൻ നേരിട്ട് കണ്ടു. എന്നിട്ടും അതിൽ തന്നെ സ്ഥിരമായിരിക്കാതെ ഭേദഭാവന കൊണ്ട് സംസാരത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോരുകയല്ലേ ചെയ്തത്. സനകാദികൾ അവിടെ തന്നെ നിന്നു, ആ ജ്ഞാനത്തിൽ തന്നെ ഉറച്ചു. ഞാൻ നേരിട്ട് കണ്ടിട്ടും നമസ്കാരം പറഞ്ഞ് തിരിച്ചു പോരുന്നു. എൻ്റെ അവസ്ഥ നോക്കൂ, എന്ത് ദയനീയമാണ്. സമാധിനാനൈകഭവേന യത് പദം വിദുഃസനന്ദാദയ ഊർധ്വരേതസാം, മാഫീരഹം ഷഡ്ഭുരമുഷ്യപാദയോ, ഛായാമുപേത്യാവഗത പ്രഥങ്മതീം. സമാധിനാനൈകഭവേന യത് പദം വിദുഃസനന്ദാദയ ഊർധ്വരേതസാം, മാഫീരഹം ഷഡ്ഭിരമുഷ്യപാദയോ, ഛായാമുപേത്യാവഗത പ്രഥങ്മതീം. അഹോപിതമമാനാത്മ്യം മന്ദഭക്തിപശ്യതാം, ഭവച്ഛിതപാദമൂലം ഗത്വാ യാചേ യദന്തവത്. അഹോബിത, അഹോ കഷ്ടം. മമ അനാത്മ്യം, എൻ്റെ അവിവേകം, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കാത്ത എൻ്റെ അവിവേദ്യം, എൻ്റെ അവിവേകം. മന്ദഭാഗ്യഫ്യ, ഭാഗ്യം മന്ദീഭവിച്ചവനായ എൻ്റെ അവിവേകത്തെ പശ്യത, കാണൂ. ഭവച്ഛിത, സംസാരത്തെ നശിപ്പിക്കുന്ന പാദമൂലം ഗത്വ, പാദമൂലത്തിലെത്തിയിട്ട്, അയാചേ യത് അന്തവത്, യാചിച്ചു. അതെന്താണ്? നാശമുള്ളതിനെ യാചിച്ചു. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പറ്റിയില്ല എന്നുള്ള ആഗ്രഹമാണ്. അത് സ്ഥിരം ആർക്കും ഇല്ലല്ലോ, നാശമുള്ളതല്ലേ അത്. ആ പ്രായത്തിൽ ആ 5-6 മാസം മാത്രം സാധിക്കുന്ന കാര്യമുള്ളൂ, പിന്നെ അതുണ്ടാവില്ല. അങ്ങനെ അന്തമുള്ളതായ ഈ അവസ്ഥയാണല്ലോ ഞാൻ യാചിച്ചത്. സംസാരത്തെ പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന ആ പാദമൂലത്തെ കണ്ടിട്ട് അറിഞ്ഞിട്ട് ഞാൻ യാചിച്ചത് ഇതായിപ്പോയല്ലോ, കഷ്ടം. അഹോബതമമാനാത്മ്യം മന്ദഭാഗ്യപശ്യതാം, അവച്ഛിതപാദമൂലം ഗത്വാ യാചേ യദന്തവത്. അഹോപിതമമാനാത്മ്യം മന്ദഭാഗ്യപശ്യതാം,
ഭവച്ഛിതപാദമൂലം ഗത്വാ യാചേ യദന്തവത് മതിർവിദൂഷിതാദേവൈം പദഭ്യഫഹിഷ്ണുഭിം യോ നാരദവചസ്തഥ്യം നാഗ്രാഹീഷ അഫത്തമാം. മതിഹി വിദൂഷിത, എൻ്റെ ബുദ്ധി ദുഷിപ്പിക്കപ്പെട്ടതായി. ദേവൈഹി പദദ്ഭിഹി അഫഹിഷ്ണുഭി, ദേവന്മാരാൽ പദദ്ഭിഹി വീണുപോകുന്നവരാൽ അഫഹിഷ്ണുഭി പഹനശേഷിയില്ലാത്തവരായ ദേവന്മാരാൽ. ദേവന്മാർ മുമ്പേ തന്നെ എൻ്റെ ബുദ്ധിയെ ദൂഷിപ്പിച്ചു. അവർക്ക് മറ്റൊരാളുടെ ബുദ്ധി ഉയർന്നു വരുന്നത് ഇഷ്ടപ്പെടില്ല. അവർ അഫഹിഷ്ണുക്കളാണ്. അതുപോലെ പതനം ആഗ്രഹിക്കുന്നവരാണ്, വീഴ്ച ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ദേവന്മാരാൽ എൻ്റെ മതി ദുഷിപ്പിക്കപ്പെട്ടു. യോ നാരദവചഃ തഥ്യം, നാരദന്റെ വാക്ക് സത്യമാണ്, പരമാർത്ഥത്തെ കാണിക്കുന്നതാണ്. പക്ഷേ ന അഗ്രഹീഷം അസത്തമ, ഞാനത് സ്വീകരിച്ചില്ല. അസത്തമനായ ഞാൻ, സത്തമൻ ഉത്തമൻ, അസത്തമൻ ഉത്തമനല്ലാത്ത ഞാൻ. അസത്തമഹ അഹം ന അഗ്രാഹിഷം, ഞാനത് സ്വീകരിച്ചില്ല. നോക്കൂ, നാരദൻ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ടും ഞാൻ അത് വേണ്ടതുപോലെ സ്വീകരിച്ച് നാരദമുനി പറഞ്ഞതിൻ്റെ രഹസ്യാർത്ഥം എനിക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി. ദേവന്മാരുടെ അഫഹിഷ്ണുതയ്ക്ക് കാരണം ഞാൻ സംസാരത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ പിന്നെ അവരെ ആദരിക്കില്ല എന്ന് വിചാരിച്ചാണ്. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലവുമാണ് ദേവന്മാരെ ആദരിക്കുന്നത്. ഇവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദേവന്മാരെ ആദരിക്കില്ലല്ലോ. അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് കാലാന്തരത്തിൽ എന്തുണ്ടാകും? പതനം ഉണ്ടാകും. അവർക്കും സ്ഥിരമല്ല. അതുപോലെയാണ് എൻ്റെ ബുദ്ധിയും എന്ന് കരുതിയിട്ടാണ് അവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. അവരെ പോലെ ആയിപ്പോയല്ലോ എൻ്റെ ബുദ്ധി. ദേവന്മാർക്ക് സ്വർഗലോകത്തുനിന്ന് മുകളിലേക്ക് പോകാൻ പറ്റാറില്ല, അവിടെ തന്നെ നിൽക്കുള്ളൂ. ഞാൻ ഇതാ ഈ ഭൂലോകത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി. എൻ്റെ മതി ദുഷിപ്പിക്കപ്പെട്ടതായി. നാരദന്റെ നല്ല വാക്കുകളൊന്നും ഞാൻ വേണ്ട പോലെ ശ്രമിച്ചുമില്ല. മതിർവിദൂഷിതാദേവേ പദസ്ഥിരഫഹിഷ്ണുഭി യോ നാരദവചസ്തഥ്യം ന ഗ്രാഹിഷമസത്തമാം. അന്വയം പറഞ്ഞിട്ടായിരുന്നു. ആദ്യത്തെ ശ്ലോകം മുതൽ ഒന്നും അന്വയം പറഞ്ഞേക്കാം. അതിന് ഇനി പിന്നെ എഴുതുമ്പോൾ ഉപകരിക്കാമല്ലോ. 29 ഫപത്ന്യാഹ മാതുഹു വാഗ്പാണീഹി ഹൃദി വിദ്ധഃ താൻ സ്മരൻ മുക്തിപദേഹി മുക്തിം ന ഐച്ഛത് തസ്മാത് താപം ഉപൈവാൻ. 30 നൈകഭവേന സമാധിന ഊർധരേതഭഃ സനകാദേഹ യത് പദം വിദുഹു അഹം ഷഡ്ഭിഃ മാസൈഃ അമുഷ്യ പാദയോഃ ഛായാം ഉപേദ്യ പൃഥങ്മതിഃ അപഗതഃ. 31 മന്ദഭാഗ്യസ്യ മമ അനാത്മ്യം പശ്യതു അഹോ കഷ്ടം ഭവച്ഛിദഃ പാദമൂലം ഗത്വാ അന്തവത് അയാചേ ഇതി യത്. 32 പദദ്ഭിഃ അഫഹിഷ്ണുഭിഃ ദേവൈഃ മതിഃ വിദൂഷിത യഃ അഹം അസത്തമഃ നാരദവചഃ തഥ്യം ന അഗ്രാഹിഷം.
33 ദൈവീം മായാമുപാശ്രിത്യ പ്രസുപ്ത ഇവ ഭിന്നതർക്ക് തപ്പേ ദ്വിതീയപ്യസതി ഭ്രാതൃഭ്രാതൃവ്യ ഹൃദ്രുജാം. ദൈവീം മായാമുപാശ്രിത്യ, ദേവന്മാരാൽ ചെയ്യപ്പെട്ട മായയെ ആശ്രയിച്ച്. ദൈവിയാണ് മായ. ദേവന്മാര് പോലും അതിനധീനരാണ്, ഭഗവാന്റെ മായയ്ക്ക് അധീനരാണ് ലോകങ്ങളെല്ലാം. അങ്ങനെ ദൈവീം മായാം ഉപാശ്രിത്യ പ്രസുപ്ത ഇവ ഭിന്ന ദൃക്, ഉറങ്ങിയവനെ പോലെ ഭിന്ന ദൃക്കായി, ഭേദദർശനം ഉള്ളവരായി. ദേവന്മാരുടെ ആ മായ എന്നെ ബാധിച്ചു. അപ്പൊ എന്റെ വിചാരശക്തി നഷ്ടപ്പെട്ടു. ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അദ്വൈതബോധം എനിക്കുണ്ടായില്ല. ഉറങ്ങിക്കിടക്കുന്നതിന് സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഭിന്നങ്ങളാണെന്ന് തെറ്റായി ധരിക്കുന്നത് പോലെയാണ് ലോകത്തിൽ കാണപ്പെടുന്നതൊക്കെ ഭിന്ന വസ്തുക്കളാണ് ഞാനും ധരിച്ചു. സ്വപ്നത്തിൽ കാണുന്നത് മറ്റൊന്നാണ്, യാഥാർത്ഥ്യം അല്ല. പക്ഷേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതറിയില്ല. ഇതുപോലെ ഞാന് പ്രസുപ്തൻ ഭിന്നതൃക്കാകുന്നത് പോലെ തപ്പിയെ ദ്വിതീയെ അപ്യസതി, രണ്ടാമതൊന്ന് ഇല്ലാഞ്ഞിട്ടും ദ്വിതീയെ അസതി അപി, ദ്വിതീയം ഇല്ലാതായിട്ടും തപ്പിയെ ഞാൻ സന്തപിച്ചു. എങ്ങനെ? ഭ്രാതൃവ്യ ഹൃദ്രുജ, ഭ്രാതാവാകുന്ന, സഹോദരനാകുന്ന ഭ്രാതൃവ്യം ശത്രു എന്നർത്ഥം. കഴിഞ്ഞ ദിവസം ഭാഗവതത്തിൽ വന്നാണ് ഭ്രാതൃവ്യം എന്നുള്ളതിന് ശത്രു എന്നാണ് അർത്ഥം. സ്വപത്നി എന്നുള്ളതിന് ശത്രു എന്നർത്ഥം പറയാറില്ലേ? സ്വപത്നി എന്ന് വെച്ചാൽ കൂടെയുള്ള രണ്ടാമത്തെ പത്നി എന്നേ ഉള്ളൂ. പക്ഷേ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശത്രു എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെയാണ് ഭ്രാതൃവ്യ പദവും ശത്രു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഭ്രാതൃവ്യ ഹൃദ്രുജ, ഹൃദ്രോഗത്താൽ, സഹോദരനാകുന്ന ശത്രു നിമിത്തമുണ്ടായ ഹൃദ്രോഗത്താൽ ഞാൻ തപിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവായ സഹോദരനായ ഉത്തമൻ വേറെയാണ്, ഞാൻ വേറെയാണ്, അവൻ എൻ്റെ ശത്രുവാണ് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഉദിച്ചു. അതുകൊണ്ടുണ്ടായ ഹൃദ്രോഗം, അതിനാൽ ഞാൻ വ്യസനിക്കുന്നു. ഈ വ്യസനത്തിന് കാരണം ദേവന്മാർ പ്രയോഗിക്കുന്ന ശക്തമായ മായ തന്നെയാണ്. ദൈവീം മായാമുപാശ്രിത്യ പ്രസുപ്തൈവ ഇവ ഭിന്നദൃക് തപ്യേ ദ്വിതീയപ്യസതി ഭ്രാതൃവ്യഹൃദ്രുജാം. ദൈവീം മായാം ഉപാശ്രിത്യ പ്രസുപ്തൈവ ഭിന്നദൃക് ദ്വിതീയേ അസതി അപി ഭ്രാതൃവ്യഹൃദ്രുജാ തപ്പി. ദേവീം മായാമുപാശ്രിത്യ പ്രസുപ്തൈവ ഭിന്നദൃക് തപ്യേ ദ്വിതീയപ്യസതി ഭ്രാതൃവ്യഹൃദ്രുജാം. ദൈവീം മായാമുപാശ്രിത്യ പ്രസുപ്തൈവ ഭിന്നദൃക് തപ്യേ ദ്വിതീയപ്യസതി ഭ്രാതൃവ്യഹൃദ്രുജാം. മയൈതത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേവ ഗതായുഷീം പ്രസദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിതമയാ ചേഹം ഭവം ഭാഗ്യവിവർജിതം. മയാ ഏതത് പ്രാർത്ഥിതം വ്യർത്ഥം. എന്നാൽ ഇത് വ്യർത്ഥം പ്രാർത്ഥിച്ചു, വ്യർത്ഥമായതാണല്ലോ പ്രാർത്ഥിക്കപ്പെട്ടത്. ഏതുപോലെ? ചികിത്സേവകതായുഷി, ആയുസ് നഷ്ടപ്പെടാൻ പോകുന്ന ഒരാൾക്ക് ചികിത്സ പോലെയാണ്. മരിക്കാറായ ഒരാൾക്ക് ചികിത്സ കൊടുക്കുന്ന പോലെയാണ്. ആയുസില്ല, ഉറപ്പാണ്. ആയുസില്ലാത്തവനെ ചികിത്സിച്ചിട്ട് എന്താ കാര്യം? വ്യർത്ഥമാവുകയല്ലേ ഉള്ളൂ. ആയുസ് ഉണ്ടെങ്കിലേ ചികിത്സ കൊണ്ട് ഫലമുള്ളൂ. ആയുസില്ലെങ്കിൽ എന്ത് ചികിത്സ കൊണ്ടും ഫലമില്ല. ചികിത്സ ഇവ ഗതായുഷി,
ആയുസ് ഗതമായവന് ചികിത്സ എന്ന പോലെ ഞാൻ വ്യർത്ഥമായതിനെയാണ് പ്രാർത്ഥിച്ചത്. പദ്യജഗതാത്മാനം, ജഗത്തിന്റെ ആത്മസ്വരൂപനായ ഭഗവാനെ പ്രസാദിപ്പിച്ചു. തപസ്സുകൊണ്ട് ദുഷ്പ്രസാദനം, അത്ര എളുപ്പം പ്രസാദിപ്പിക്കാൻ പറ്റിയതല്ല ഭഗവാൻ. പക്ഷെ ഞാൻ 6 മാസത്തെ തപസ്സുകൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഭവച്ഛിതം അയാചേഹം ഭവം ഭാഗ്യവിവർജിതായ ഞാൻ ഭവച്ഛിതം സംസാര ദുഃഖത്തെ ഛേദിച്ചു കളയുന്നവനായ ഭവനോട് ഭവം അയാചേഹ, ഈ സംസാരം തന്നെയാണ് വീണ്ടും യാചിച്ചത്. കാരണം തിരിച്ചു വന്നില്ലേ? തപസ് ചെയ്ത് ഭഗവാനെ കണ്ട് ലക്ഷ്യത്തിലെത്തിയ ആവേ പോവുള്ളൂ, പിന്നെ തിരിച്ചു വരില്ല. ഞാൻ വന്നില്ലേ? ഇനിയും സംസാരത്തിലേക്ക് തിരിച്ചെത്താനാവാത്ത വിധം മുക്തി നൽകുന്നവനായ ഭഗവാനെ കണ്ടിട്ടും ഞാൻ സംസാരത്തിലേക്ക് വീഴുന്നു. പരമാനന്ദരൂപമായ മോക്ഷം തരാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനോട് വീണ്ടും ഞാൻ സംസാരം തന്നെ യാചിച്ചു. ഭാഗ്യമില്ലാത്തവൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഭാഗ്യവിവർജിത അഹം, ഭാഗ്യം ഇല്ലാതെ പോയവനായ ഞാൻ മോക്ഷത്തെ അല്ല ചോദിച്ചത്, സംസാരത്തെ തന്നെയാണ് ചോദിച്ചത്. മയൈതത് പ്രാർത്ഥിതം വ്യർത്ഥം ജഗത്സേവകതായുഷി പ്രസദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിതമയാജേഹം ഭവ്യം ഭവം ഭാഗ്യവിവർജിതഹം. ദുഷ്പ്രസാദനം ജഗദാത്മാനം തപസാ പ്രസാദ്യ ഗതായുഷി ചികിത്സാ ഇവ മയാ പ്രാർത്ഥിതം ഏതത് വ്യർത്ഥം ഭാഗ്യവിവർജിതഃ അഹം ഭവച്ഛിതം ഭവം അയാചേ. മയൈതത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേവകതായുഷി പ്രസാദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിതം. മയൈതത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേവകതായുഷി പ്രസാദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിതഹം. സ്വാരാജ്യം യച്ഛതോ മൗഢ്യാൻ മാനോ മേ ഭിക്ഷിതോപതാം ഈശ്വരാത് ക്ഷീണപുണ്യേന ഫലീകാരാനിവാധനം. സ്വാരാജ്യം യച്ഛതോ, സ്വർഗരാജ്യത്തെ ആഗ്രഹിക്കുന്നവർ, മൗഢ്യാത് മൗഢ്യം കൊണ്ട്, മാനോ മേ ഭിക്ഷിതോപഥ സ്വർഗത്തെ ദാനം ചെയ്യാൻ പറ്റുന്ന ഈശ്വരാത് ഈശ്വരിൽ നിന്നും, മൗഢ്യാത് മൂഢത കൊണ്ട്, മേ എന്നാൽ മാനഹ ഭിക്ഷിത അഭിമാനം യാചിക്കും. അമ്മയുടെ ദുരുക്തി കൊണ്ട് അഭിമാനം നഷ്ടപ്പെട്ടവനായിരുന്നു ഞാൻ. ആ അഭിമാനത്തെ വീണ്ടെടുക്കുന്ന രാജപുത്രനായി തീരാനുള്ള ആഗ്രഹം കൊണ്ടാണ് തപസ്സിന് പോയത്, മോക്ഷത്തിന് വേണ്ടി ആയിരുന്നില്ല. നാരദൻ വഴിക്ക് വെച്ചൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എന്റെ മനസ്സിന് ഇത് മാറില്ലായിരുന്നു. ഇതൊക്കെ മായ അല്ല, എന്ത് പറയാൻ. സ്വാരാജ്യം വെച്ചതോ മൗഢ്യാൻ മാനോമേ ഭിക്ഷിതോപന. ഈശ്വരാത് ക്ഷീണപുണ്യേന ഫലീകാരാനിവ അധന. അധനഹ ധനമില്ലാത്തവൻ, ഫലീകാരാൻ ഇവ ഉമികൊണ്ട് എന്ന പോലെ. ഫലീകരണം എന്ന് വെച്ചാൽ അകത്തെ അരി നീക്കിക്കളഞ്ഞ സാധനം. ഫലം അരിയാണ്, അത് നീക്കിക്കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിന് പേര് അതിൻ്റെ തോടാണ്. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഉമി എന്നാണ്.
എന്ത് ധനം വേണമെങ്കിലും തരാൻ കെൽപ്പുള്ള ഒരാളോട് ഞാൻ ചോദിച്ചത് ഊഞ്ഞാണ്. എത്ര വിഡ്ഢിയാണ് ഞാൻ! ഫലീകാരാനിവ അധനഃ, ക്ഷീണപുണ്യം കൊണ്ടാണ്. ദേഹാഭിമാനം കൂടിപ്പോയത് കൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹവും രാജ്യഭാരവും ഒക്കെ യാചിച്ചത്. വിലമതിക്കാനാവാത്ത രത്നങ്ങളൊക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരു വലിയ ധനികന്റെ മുമ്പിൽ ചെന്നിട്ട് അയാൾ സന്തോഷിച്ച് പറഞ്ഞു, എന്താ വേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഭൂമി മതിയേ. അത്രയ്ക്ക് ബുദ്ധിശൂന്യനായിപ്പോയി. സ്വാരാജ്യം യച്ഛതോ മൗഢ്യാൻ മാനോ മേ ഭിക്ഷിതോ ബതാം ഈശ്വരാത് ക്ഷീണപുണ്യേന ഫലീകാരാനിവാധന. സ്വാരാജ്യം യച്ഛതഃ ഈശ്വരാത് മൗഢ്യാത് മേ മാനഃ ഭിക്ഷിതഃ ബതാം ക്ഷീണപുണ്യേന അധനഃ ഈശ്വരാത് ഫലീകാരാൻ ഇവ. സ്വാരാജ്യം യച്ഛതോ മൗഢ്യാൻ മാനോ മേ ഭിക്ഷിതോ ബതാം ഈശ്വരാത് ക്ഷീണപുണ്യേന ഫലീകാരാനിവാധനാം. സ്വാരാജ്യം യച്ഛതോ മൗഢ്യാൻ മാനോ മേ ഭിക്ഷിതോ ബതാം ഈശ്വരാത് ക്ഷീണപുണ്യേന ഫലീകാരാനിവാധനാം. ഇത്രയും ധ്രുവന്റെ വിചാരങ്ങളാണ്. അത് കഴിഞ്ഞ് ബാക്കി കഥയിലേക്ക് കടക്കുന്നു. മൈത്രേയൻ അവൈ മുകുന്ദഭ്യപദാരവിന്ദയോ രജോയുഷഫ്താദഭവാദിഷാജനാം വാഞ്ചന്തി തദ്ദാസ്യമൃതേർത്ഥമാത്മനോ യദൃച്ഛയാ ലബ്ധമനഃസമർത്ഥയാം. വൈ തീർച്ചയായിട്ടും മുകുന്ദഭ്യ പദാരവിന്ദയോ, മുകുന്ദന്റെ പദാരവിന്ദങ്ങളിൽ മോക്ഷം നൽകാൻ കഴിവുള്ളവനാണ് മുകുന്ദൻ. മുക്തിം ദദാതീതി മുകുന്ദ, മുക്തി നൽകുന്നവനാണ് മുകുന്ദൻ. ആ മുകുന്ദന്റെ പദാരവിന്ദങ്ങളിൽ രജോജുഷ താത ഭവാദിശാജനാഹ, ഹേ വത്സ, രജോജുഷ, രജസിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഭവാദിഷാഹ ജനാഹ, അങ്ങേപ്പോലെയുള്ള ജനങ്ങൾ വാഞ്ചന്തി തദ്ദാസ്യമൃതേ അർത്ഥം ആത്മനോ, ആത്മനഃ തദ്ദാസ്യം കൃതേ, അവന്റെ ദാസ്യം കൂടാതെ ന വാഞ്ചന്തി, മറ്റൊന്നും ആഗ്രഹിക്കില്ല, യദൃച്ഛയ ലബ്ധമന സമർത്ഥയ, യാദൃച്ഛികമായിട്ട് ലബ്ധമനഃസമർത്ഥയ, ലഭിച്ച മനസ്സോടുകൂടി സമൃദ്ധിയെ പ്രാപിച്ചവനായിട്ട് ആ ദാസ്യമൊഴിച്ച് ആത്മാവിൽ നിന്നും അന്യമായ മറ്റൊന്നിനെയും ആഗ്രഹിക്കില്ല തന്നെ, നിശ്ചയമാണ്. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പോയത്. നവൈ മുകുന്ദഭ്യപദാരവിന്ദയോ രജോജുഷഫ്താദഭവാദിഷാജനാഃ വാഞ്ചന്തി തദ്ദാസ്യമൃതേർത്ഥമാത്മനോ യദൃച്ഛയാ ലബ്ധമനഃസമർത്ഥയാം. ഹേ താത, മുകുന്ദസ്യ പദാരവിന്ദയോ രജോജുഷഃ ഭവാദിഷാഃ ജനാഃ യദൃച്ഛയാ ലബ്ധമനഃ തദ്ദാസ്യം ഹൃദേ ആത്മനഃ അന്യം ന വാഞ്ചന്തി. ന വൈ മുകുന്ദസ്യ പദാരവിന്ദയോ രജോജുഷഫ്താദഭവാദിഷാ ജനാഃ വാഞ്ചന്തി തദ്ദാസ്യമൃതേർത്ഥമാത്മനോ യദൃച്ഛയാ ലബ്ധമനഃസമർത്ഥയാം.
ന വൈ മുകുന്ദസ്യ രജോജുഷഫ്താദഭവാദൃശാജനാഃ വാഞ്ചന്തി തദ്ദാസ്യമതീർത്ഥമാത്മനോ യദൃച്ഛയാ ലബ്ധമനഃസമർത്ഥയാം. ആകർണ്യാത്മജമായന്തം സംഭരേത്യ യഥാഗതം രാജാ ന ശ്രദ്ധധേ ഭദ്രം അഭദ്രസ്യ കുതോ മമ. ആകർണ്യ ആത്മജം ആയാന്തം. ആയാന്തം ആത്മജം ആകർണ്യ. വരുന്നവനായ പുത്രനെ കുറിച്ച് കേട്ടിട്ട് മകൻ എങ്ങോട്ടാണ് വരുന്നത്? രാജധാനിയിലേക്ക്. വേറെ എങ്ങോട്ട് പോകാൻ? അങ്ങനെ രാജധാനിയിലേക്ക് മകൻ വരുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോൾ പമ്പരേതസ്യ യഥാഗതം, മരിച്ചുപോയ ഒരാൾ തിരിച്ചു വരുന്നു രാജാവിന് തോന്നി. പരേതൻ, പരേതൻ മരിച്ചുപോയ, നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ്. പമ്പരേതസ്യ യഥാഗതം, പമ്പരേതൻ വീണ്ടും തിരിച്ചു വരുന്ന പോലെ രാജാവ് ന ശ്രദ്ധത്തെ വിശ്വസിച്ചില്ല. ഭദ്രമായത് വിശ്വസിച്ചില്ല. അഭദ്രസ്യ കുതോ മമ. അഭദ്രനായ എനിക്ക് എങ്ങനെ ഭദ്രമുണ്ടാകും? അമംഗളസ്വരൂപനായ എനിക്ക് എങ്ങനെ മംഗളമുണ്ടാകാൻ പറ്റും? പുത്രൻ വരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു തന്ന് കേട്ട് രാജാവ് മരിച്ചുപോയ ഒരാൾ വരുന്നത് പോലെ അത്ര വിശ്വസിച്ചില്ല. ദുഷ്കർമ്മം ചെയ്ത് എനിക്ക് നല്ല പുത്രൻ എന്നുള്ള ആ മംഗളത്തെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? എന്താ ദുഷ്കർമ്മം ചെയ്തത്? ഭഗവാനെ കണ്ടിട്ട് വേണ്ടത് ചോദിച്ചില്ലല്ലോ. ആകർണ്യാത്മജമായന്തം സംഭരേത്യ യഥാഗതം രാജാന ശ്രദ്ധേ ഭദ്രം അഭദ്രസ്യ കുതോ മമാം. രാജ ആത്മജം ആയാന്തം ആകർണ്യ അഭദ്രസ്യ മമ ഭദ്രം കുതഃ സംഭരേത്യ ആഗതം യഥാ ന ശ്രദ്ധേ. ആകർണ്യാത്മജമായന്തം സംഭരേത്യ യഥാഗതം രാജാ ന ശ്രദ്ധേ ഭദ്രം അഭദ്രസ്യ കുതോ മമാം. ആകർണ്യാത്മജമായന്തം സംഭരേത്യ യഥാഗതം രാജാ ന ശ്രദ്ധേ ഭദ്രം അഭദ്രസ്യ കുതോ മമാം. ശ്രദ്ധായ വാക്യം ദേവർഷേർ ഹർഷവേഗേന ധർഷിതാം വാർത്താഹർത്തിരതിപ്രീതോ ഹാരം പ്രാഫൻ മഹാധനം. ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടി ദേവർഷേഹ വാക്യം, ദേവർഷി നാരദന്റെ വാക്യത്തെ ഹർഷവേഗേന സന്തോഷത്തോടെ ഹർഷിത പരവശപ്പെട്ടവനായിട്ട് വാർത്താഹർത്തുഹു വാർത്ത കൊണ്ടുവന്നവന് അതിപ്രീതനായിട്ട് ഹാരം പ്രാദാത് മഹാധനം ഒരു സ്വർണമാലയും കുറച്ച് ധനവും ദാനം ചെയ്തു. പുത്രൻ ഉടനെ വരും എന്ന വാർത്ത കേട്ടപ്പോൾ രാജാവ് വിശ്വസിച്ചില്ല. തൊട്ടുപിറകെ നാരദ മഹർഷി കൊട്ടാരത്തെത്തിയിട്ട് പറഞ്ഞു, ധ്രുവൻ ഇതാ മടങ്ങി വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ വിശ്വസിച്ചു. ഇത് കേട്ടുകഴിഞ്ഞ് വാർത്ത പറയാൻ വന്നവർക്കൊക്കെ രാജാവ് വളയും ധനവും ദാനം ചെയ്തു. സന്തോഷമുണ്ട്. ശ്രദ്ധായ വാക്യം ദേവർഷേർ ഹർഷവേഗേന ധർഷിതാം വാർത്താഹർത്തുരതിപ്രീതോഹാരം പ്രാദൻ മഹാധനം. ദേവർഷേഹ വാക്യം ശ്രദ്ധായ ഹർഷവേഗേന ധർഷിതഃ വാർത്താഹർത്തുഃ മഹാധനം ഹാരം അതിപ്രീതഃ പ്രാദാത്. ശ്രദ്ധായ വാക്യം ദേവർഷേർ ഹർഷവേഗേന ധർഷിതാം വാർത്താഹർത്തുരതിപ്രീതോഹാരം പ്രാദൻ മഹാധനം. ശ്രദ്ധായ വാക്യം ദേവർഷേർ ഹർഷവേഗേന ധർഷിതാം വാർത്താഹർത്തുരതിപ്രീതോഹാരം പ്രാദൻ മഹാധനം. തദശ്വം രഥമാരുഹ്യ
കാർത്തഫലപരിഷ്കൃതം ബ്രാഹ്മണേ കുലവൃദ്ധൈശ്ച പര്യസ്തോ മാതൃബന്ധുഭിः. ഫദശ്വം രഥമാരുഹ്യ, നല്ല കുതിരകളുള്ള രഥത്തിൽ കയറിയിട്ട് കാർത്തഫലപരിഷ്കൃതം, കാർത്തഫലം സ്വർണ്ണാഭരണങ്ങളുടെ ശബ്ദം, കാർത്തം സ്വർണ്ണാഭരണം, കാർത്തഫലം സ്വർണ്ണാഭരണങ്ങളുടെ, കാർത്തഫലം കൊണ്ട് പരിഷ്കരിച്ച അലങ്കരിക്കപ്പെട്ട ഉത്കൃഷ്ടമായ രഥത്തിൽ കയറിയിട്ട്, തൊമ്മൻ കയറിയ രഥം സ്വർണം കെട്ടി അലങ്കരിച്ചതാണ്. നല്ല കുതിരകളെ കണ്ട് ഓടിക്കുന്ന രഥമാണ്. ബ്രാഹ്മണേ കുലവൃദ്ധൈശ്ച, കൂടെ ബ്രാഹ്മണരും കുലവൃദ്ധന്മാരുമുണ്ട്. പര്യസ്തോ, ചുറ്റിക്കണ്ട്, അമാത്യബന്ധുഭേ, മന്ത്രിമാരും ബന്ധുക്കളുമൊക്കെ ചുറ്റും നിന്നുകൊണ്ടാണ് ധ്രുവൻ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. പദശ്വരഥമാരുഹ്യ കാർത്തഫലപരിഷ്കൃതം ബ്രാഹ്മണേ കുലവൃദ്ധൈശ്ച വ്യത്യസ്തോമാത്യബന്ധുഭേ. കാർത്തഫലപരിഷ്കൃതം പദശ്വം രഥം ആരുഹ്യ ബ്രാഹ്മണേ കുലവൃദ്ധൈഃ അമാത്യബന്ധുഭിः പര്യസ്തഃ. പദശ്വം രഥമാരുഹ്യ കാർത്തഫലപരിഷ്കൃതം ബ്രാഹ്മണേ കുലവൃദ്ധൈശ്ച വ്യത്യസ്തോമാത്യബന്ധുഭിः. പദശ്വം രഥമാരുഹ്യ കാർത്തഫലപരിഷ്കൃതം ബ്രാഹ്മണേ കുലവൃദ്ധൈശ്ച വ്യത്യസ്തോമാത്യബന്ധുഭിः. ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭിः നിശ്ചക്രാമപുരാത്തൂർണം ആത്മജാഭീഷണോത്സുകഃ. ശംഖദുന്ദുഭിനാദേന, ശംഖത്തിൻ്റെയും പെരുമ്പറയുടെയും ശബ്ദം കൊണ്ട്, ദുന്ദുഭി പെരുമ്പറ, ബ്രഹ്മഘോഷേണ വേദമന്ത്ര ജപം കൊണ്ട്, വേണുഭിഹി വേണുക്കളോടും കൂടെ, ഓടക്കുഴലോടുകൂടി, നിശ്ചക്രാമ പുറപ്പെട്ടു, പുരത്തിൽ നിന്നും, തൂർണം ആത്മജാഭീക്ഷണോത്സുക, നിശ്ചയമായിട്ടും ആത്മജന്റെ, പുത്രന്റെ അഭീക്ഷ, കാഴ്ച, ദർശനം, അതിൽ ഉത്സുകനായിട്ട്. പുരാത് തൂർണം ആത്മജാഭീക്ഷണ ഉത്സുക, ആത്മജനെ അഭീക്ഷണം ചെയ്യാൻ, നന്നായി കാണാൻ ഉത്സുകനായി, പുരാത് തൂർണം നിശ്ചക്രാമ, രാജാവ് പുരത്തിൽ നിന്നും പുത്രനെ എതിരേൽക്കാൻ വേണ്ടി പട്ടണത്തിൽ നിന്നും പുറപ്പെട്ടു. അപ്പൊ അവിടെ വാദ്യഘോഷങ്ങള്, ഓലക്കുഴലാദം, ബ്രഹ്മഘോഷങ്ങൾ, ഇതൊക്കെ നാട്ടുകാരെ സംഘടിപ്പിച്ച് പുത്രനെ രാജ്യാതിഥ്യം മുതൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജാവും അതിൻ്റെ കൂടെ തന്നെ കൂടി. ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭി നിശ്ചക്രാമപുരാത്തൂർണം ആത്മജാഭീക്ഷണോത്സുക. ആത്മജാഭീഷണോത്സുക ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭിത്തൂർണം പുരാത് നിശ്ചക്രാമ. ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭി നിശ്ചക്രാമപുരാത്തൂർണം ആത്മജ അഭീക്ഷണോത്സുക. ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭി നിശ്ചക്രാമപുരാത്തൂർണം ആത്മജ അഭീക്ഷണോത്സുക. പുനീതി പുരിജിശ്ചാഭ്യാം മഹിഷ്യൂരുക്മഭൂഷിതേ ആരുഹ്യ ശിബികാം പാർത്ഥം ഉത്തമേനാഭിജഗ്മതോ. പുനീതിയും പുരിജയും, ആ രാജാവിൻ്റെ പട്ടഭൂഷികൾ രണ്ടുപേരും രുക്മഭൂഷിതേ ശിബികാം,
സ്വർണഭൂഷിതമായ ശിബികയിൽ, ഞാൻ ക്ലാസ്സിലാണ്, 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. സ്വർണഭൂഷിതമായ ശിബികയിൽ രുക്മഭൂഷിതേ അഫ്യമഹിഷ്യോ, സ്വർണമാലകളൊക്കെ ധരിച്ച് ആ സുനീതിയും സുജിയും ഉത്തമനോടൊപ്പം മറ്റൊരു ശിബികയിൽ കയറിയിട്ട് പുത്രനെ എതിരേൽക്കാൻ വേണ്ടി പുറപ്പെട്ടു. പുനീതി ഫുരിജിഷ്ടാഭ്യാം മഹിഷ്യോ രുക്മഭൂഷിതേ ആരുഹ്യ ശിബികാം സാർദ്ധം തമേന അഭിജഗ്മതോ. രുക്മഭൂഷിതേ അഫ്യമഹിഷ്യൗ സുനീതിഃ ഫുരിജിഃ ച ഉത്തമേന സാർദ്ധം ശിബികാം ആരുഹ്യ അഭിജഗ്മതു. സുനീതിഃ ഫുരിജിശ്ചാഫ്യാമഹിഷ്യോ രുക്മഭൂഷിതേ ആരുഹ്യ ശിബികാം സാർദ്ധം തമേന അഭിജഗ്മതു. സുനീതിഃ ഫുരിജിശ്ചാഫ്യമഹിഷ്യോ രുക്മഭൂഷിതേ ആരുഹ്യ ശിബികാം സാർദ്ധം തമേന അഭിജഗ്മതു. തം ദൃഷ്ട്വാ ഉപവനാഭ്യാസ ആയന്തം തരസാരഥാത് അവരുഹ്യ നൃപസ്തൂർണം ആസാദ്യ പ്രേമവിഹ്വല. പരിരംഭേ അംഗജം ദോദ്ഭ്യാം ദീർഘജോത്കണ്ഠമനാശ്വസൻ വിശ്വക്സേനാഘ്രിസംസ്പർശ ഹതാ അശേഷ അഖബന്ധനം. തം ദൃഷ്ട്വാ, അവനെ കണ്ടിട്ട്, പുത്രനെ കണ്ടിട്ട്, ഉപവന അഭ്യാസേ, ഉദ്യാനത്തിന്റെ അരികിൽ, രാജകൊട്ടാരത്തിന്റെ ഉദ്യാനത്തിന്റെ അരികിൽ അവനെ കണ്ടിട്ട്, ആയാന്തം, വന്നുകൊണ്ടിരിക്കുന്ന അവനെ കണ്ടിട്ട്, തരഫ, പെട്ടെന്ന്, രഥാത് അവരുഹ്യ, തേരിൽ നിന്നും ചാടി ഇറങ്ങിയിട്ട്, നൃപഹ, രാജാവ്, തൂർണം ആസാദ്യ, എത്രയും വേഗം അടുക്ക ചെന്നിട്ട് പ്രേമവിഹുലനായി, പുത്രനുള്ള പ്രേമം കൊണ്ട് വിഹുലിതനായിട്ട് പരിരേഭേ, ആലിംഗനം ചെയ്തു. അംഗജം ദോഭ്യാം, പുത്രനെ, അംഗജം പുത്രനെ, ദോഭ്യാം, 2 കൈകൾ കൊണ്ടും ആലിംഗനം ചെയ്തു. ദീർഘ ഉത്കണ്ഠമനാശ്വസൻ, ദീർഘമായി ഉത്കണ്ഠയോടെ ശ്വസിച്ചുകൊണ്ട്, വിശ്വക്സേന അംഘ്രസംസ്പർശ, വിശ്വക്സേനനായ ഭഗവാന്റെ പാദം സ്പർശിച്ചതുകൊണ്ട്, ഹതാശേഷ അഖബന്ധനം പുത്രം, എല്ലാ അഖബന്ധനങ്ങളും നശിച്ചവനായ പുത്രനെ പരിരേഭേ, ആലിംഗനം ചെയ്തു. സന്ദൃഷ്ടോപവനാഭ്യാസ ആയന്തം തർഫാരഥാത് അവരുഹ്യ നൃപസ്തൂർണം ആസാദ്യ പ്രേമവിഹ്വലാം. പരിരേഭ്യങ്കജം ദോഭ്യം ദീർഘോത്കണ്ഠമനാശ്വസൻ വിശ്വക്സേനാഘ്രസംസ്പർശഹതാശേഷാഖബന്ധനം. ആയന്തം തം ഉപവന അഭ്യാസേ ദൃഷ്ട്വാ നൃപഃ രഥാത് അവരുഹ്യ തൂർണം ആസാദ്യ പ്രേമവിഹ്വലഃ ദീർഘോത്കണ്ഠമനാഃ ശ്വസൻ വിശ്വക്സേനാഘ്രി സംസ്പർശ ഹത അശേഷ അഖബന്ധനം അംഗജം ദോർഭ്യാം പരിരേഭേ. തം ദൃഷ്ടോപവനാഭ്യാസ ആയന്തം തരസാരഥാത് അവരുഹ്യ നൃപസ്തൂർണം ആസാദ്യ പ്രേമവിഹ്വലാം. പരിരേഭ്യങ്കജം ദോർഭ്യാം ദീർഘോത്കണ്ഠമനാശ്വസൻ വിശ്വക്സേനാഘ്രിസംസ്പർശ ഹതാശേഷാഖബന്ധനം. തം ദൃഷ്ടോപവനാഭ്യാസ ആയന്തം തരസാരഥാത് അവരുഹ്യ നൃപസ്തൂർണം ആസാദ്യ പ്രേമവിഹ്വലാം. പരിരേഭ്യങ്കജം ദോർഭ്യാം ദീർഘോത്കണ്ഠമനാശ്വസൻ വിശ്വക്സേനാഘ്രിസംസ്പർശ ഹതാശേഷാഖബന്ധനം. അജിഘ്രൻ മുഹുർമൂർധ്നി ശാന്തൈർനയനവാരിഭിः സ്ഥാപയാമാസതനയം ജാതോദ്ദാമമനോരഥാം. അഥ അനന്തരം അജിഘ്രൻ,
മണത്തു ഉമ്മ വെച്ചു വന്നു. മുഹുഹു വീണ്ടും വീണ്ടും. മൂർധനി ശിരഫിൽ. ശാന്തൈഹി നയനവാരിഭി ശാന്തമായൊഴുകുന്ന കണ്ണീരുകൊണ്ട് സ്നാപയാമാസ കുളിപ്പിച്ചു. സ്നാപനം ചെയ്യുക, കുളിപ്പിക്കാതെ. നമുക്ക് കേട്ടുപരിചയം സ്നാപക യോഹന്നാൻ എന്നുള്ള വാക്കാണ്. കുളിച്ചവൻ എന്ന ഉള്ളു വാക്കിൻ്റെ അർത്ഥം. സ്നാപയാമാസ കുളിപ്പിച്ചു താനെയം പുത്രനെ. എന്തുകൊണ്ട്? വാരിഭി വെള്ളം കൊണ്ട്. എന്ത് വെള്ളം? നയനവാരിഭി കണ്ണീരുകൊണ്ട് പുത്രനെ കുളിപ്പിച്ചു. ജാത ഉദ്ദാമ മഹത്തായ മനോരഥം സാധിച്ചവനെ പോലെയാണ് രാജാവ്. പുത്രന്റെ മൂർധാവിൽ ചുംബിച്ചു, കണ്ണീര് കൊണ്ട് ശരീരം കുളിപ്പിച്ചു. താൻ ഒത്തിരിക്കാലമായി കാത്തിരുന്ന മനോരഥം സാധിച്ച മട്ടിൽ ആയി രാജാവ്. അധാജിഖ്രൺ മുഹുർമൂർധിനി ശാന്തേർനയനവാരിഭീം സ്നാപയാമാഫതനയം യാതോദ്ദാമ മനോരഥ. അഥാം ജാതോദ്ദാമ മനോരഥ. മനോരഥം മൂർധിനി മുഹുഹു അജിഖ്രൻ ശാന്തൈ നയനവാരിഭിः തനയം സ്നാപയാമാസ. അഥാജിഖ്രൻ മുഹുർമൂർധിനി ശാന്തൈർനയനവാരിഭിः സ്നാപയാമാസ തനയം ജാതോദ്ദാമ മനോരഥാം. അഥാജിഖ്രൻ മുഹുർമൂർധിനി ശാന്തൈർനയനവാരിഭിः സ്നാപയാമാസ തനയം ജാതോദ്ദാമ മനോരഥാം. അഭിവന്ദ്യപിതുഃപാദൗ ആശീഭിശ്ചാഭിമന്ത്രിത നനാമ മാതരൗ ശീർഷ സംസ്കൃത സജ്ജനഗ്രണീഃ. അഭിവന്ദ്യ അഭിവാദനം ചെയ്തിട്ട് പിതുഹു പാദവും പിതാവിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് ആശീഭിച്ച അഭിമന്ത്രിത ആശീർവദനങ്ങളാൽ മന്ത്രിക്കപ്പെട്ടവനായി നനാമ നമസ്കരിച്ചു മാതരവും അമ്മമാരെ രണ്ടുപേരെയും. ശീർഷ്ണാസൃകൃത ശിരഫ് കൊണ്ട് സൽക്കരിച്ച രണ്ടുപേരെയും. സജ്ജനാഗ്രണീഹി ധ്രുവ സജ്ജനങ്ങളുടെ അഗ്രണിയായ ധ്രുവൻ ആ രണ്ട് അമ്മമാരെയും നമസ്കരിച്ചു. അഭിവന്ദപിതുഃപാദൗ ആശീഭിശ്ചാഭിമന്ത്രിത നനാമ മാതരോ ശീർഷ സൽകൃത സജ്ജനാഗ്രണീ. പിതുഃ പാദൗ അഭിവന്ദ്യ ആശീർഭിः അഭിമന്ത്രിതഃ സത്കൃതഃ സജ്ജനാഗ്രണീः നനാമ. പിതു അഭിവന്ദ്യ പിതുഃപാദൗ ആശീർഭിശ്ചാഭിമന്ത്രിത നനാമ മാതരോ ശീർഷ സൽകൃത സജ്ജനാഗ്രണീ. അഭിവന്ദ്യ പിതുഃപാദൗ ആശീർഭിശ്ചാഭിമന്ത്രിത നനാമ മാതരോ ശീർഷ സൽകൃത സജ്ജനാഗ്രണീഃ. ഇനിയും അവിടെ ബാക്കി നിന്ന സംഭവകഥകളാണ്. നമുക്ക് സമയം ആയതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.